ഇതുവരെ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പ്രസൻറ്റ് ടെൻസിനെ കുറിച്ചാണ്. പ്രസൻറ്റ് ടെൻസ് എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ ഒരു പ്രവൃത്തി ഇപ്പോൾ നടക്കുന്ന പ്രവൃത്തിയാണ്. അതിനെ നമ്മൾ 4 തരംതിരിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോണത് പാസ്റ്റ് ടെൻസിനെ കുറിച്ചാണ്. കഴിഞ്ഞു പോയ കാലം, നമ്മളൊക്കെ ഓർമ്മിക്കുന്ന കാലം, പഴയ കാലത്തെക്കുറിച്ചുള്ള ഓർമ്മകളൊക്കെ നമ്മുടെ മനസ്സിൽ വരുമ്പോൾ അതുണ്ടായിരുന്നു അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ പലപ്പോഴും നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് നല്ല രീതിയിലാണ് ഓർക്കാറുള്ളത്. പഴയ കാലത്തെക്കുറിച്ച്. കഴിഞ്ഞു പോയ കാലം എത്ര നന്നായിരുന്നു എന്ന് പറയാനൊക്കെ നമ്മൾ ഉപയോഗിച്ചു. പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് നമ്മൾ ഓർക്കാറില്ല. യഥാർത്ഥത്തിൽ ചിന്തകന്മാരൊക്കെ പറയുന്നത് പാസ്റ്റ് ടെൻസ് എന്നൊരു സംഭവം ഇല്ല, ഫ്യൂച്ചർ ടെൻസും ഇല്ല, പ്രസൻറ്റ് ടെൻസ് മാത്രമാണ്. നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാസ്റ്റായി ഇല്ലാണ്ടായിപ്പോയി. അതുകൊണ്ട് നമ്മൾ വർത്തമാനം പറയുന്ന കാലം അതാണ്. അതുകൊണ്ട് അപ്പം ആക്ച്വലി പ്രസൻറ്റ് ടെൻസ് ഈസ് എക്സിസ്റ്റിംഗ് ആൻഡ് പാസ്റ്റ് ടെൻസ് ഹാസ് ഗോൺ ആൻഡ് ഫ്യൂച്ചർ ടെൻസ് ഈസ് കമ്മിങ്. അതാണ് നമ്മളിത്. ഇപ്പോൾ നമ്മൾ പ്രസൻറ്റ് ടെൻസിനെ കുറിച്ച് പറഞ്ഞു. ഇനി പാസ്റ്റ് ടെൻസിനെ കുറിച്ച് പറയാൻ പോവുകയാണ്. പാസ്റ്റ് ടെൻസ്. കഴിഞ്ഞുപോയ കാലം. ഭൂതകാലം എന്നാൽ കഴിഞ്ഞുപോയ കാലം. കഴിഞ്ഞുപോയ കാലം. പാസ്റ്റ് ടെൻസ് ഈസ് ഓൾസോ ഡിവൈഡഡ് ഇൻടു 4 ആസ് പ്രസന്റ് ടെൻസ്. നമ്മൾ നേരത്തെ പഠിച്ച പ്രസന്റ് ടെൻസിനെ 4 തരംതിരിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ പാസ്റ്റ് ടെൻസിനെയും 4 തരംതിരിച്ചിരിക്കുന്നു. ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, സിമ്പിൾ പാസ്റ്റ്. സെക്കൻഡ് വൺ, past continuous, NUOUS, past continuous. Third one is past perfect. Fourth one, past perfect continuous. സിമ്പിൾ പാസ്റ്റ് എന്നുള്ളത് ആദ്യമായിട്ട് നമുക്ക് എടുത്തു പഠിക്കാം. സിമ്പിൾ പാസ്റ്റ് എന്താണ്? സിമ്പിൾ പാസ്റ്റ് എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സിമ്പിൾ പാസ്റ്റ്, കഴിഞ്ഞ കാലത്തെക്കുറിച്ചാണ് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പാസ്റ്റൊക്കെ കഴിഞ്ഞ കാലം തന്നെയാണ്. പക്ഷേ സിമ്പിൾ പാസ്റ്റ് ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഒരു ഡിവിഷൻ എന്ന നിലയ്ക്ക് അതിന് വ്യത്യസ്തമായ രീതിയിലാണ്. ഒന്ന്, സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുമ്പോൾ ഭൂതകാലത്തിൽ ഒരു പ്രത്യേക സമയത്ത് ഒരു പ്രവൃത്തി നടന്നു എന്ന് കാണിക്കാനാണ്. സിമ്പിൾ പാസ്റ്റ് ഈസ് യൂസ്ഡ് ടു എക്സ്പ്രസ് an action which happened in a particular time in the past. Simple past is used to express an action which happened in a particular time in the past. ഒരു പ്രത്യേക സമയത്ത് ഭൂതകാലത്തിൽ ഒരു പ്രവൃത്തി നടന്നു. ഓക്കെ, ഐ എന്നൊക്കെ വെക്കുമ്പോൾ നമ്മൾ ഓക്സിലറി വേർബായിട്ട് ഈ ടെൻസിൽ, ഹെൽപ്പിംഗ് വേർബായിട്ട് ഈ ടെൻസിൽ ഒരേ ഒരു കാര്യം മാത്രമേ നമ്മൾ ഉപയോഗിക്കുന്നു. അത് ഡിഡ് ആണ്. സിമ്പിൾ പ്രസന്റ് ടെൻസിൽ നമ്മൾ ഡൂം ഡസും ഉപയോഗിച്ചപ്പോൾ ഈ ടെൻസിൽ നമ്മൾ ഒന്നേ ഉപയോഗിക്കുന്നുള്ളൂ. ഏത് സബ്ജക്റ്റ് ആയാലും, വെദർ ഐ ഓർ ഹി, ഷീ, whatever it may be, we can use only did as the auxiliary verb, did as the helping verb. So did is the helping verb here. did നമ്മൾ വെർബിന്റെ കൂടെ ചേർത്തിട്ടുണ്ട്. സോ ഉദാഹരണമായിട്ട്, ഞാൻ ഇന്നലെ അയാളെ കണ്ടു, ഞാൻ ഇന്നലെ അയാളെ മീറ്റ് ചെയ്തു, ഞാൻ ഇന്നലെ അയാളെ കണ്ടുമുട്ടിരുന്നു. അപ്പോൾ ഹായ് സ്വാഭാവികമായിട്ടും ഹെൽപ്പിംഗ് വേർബ് ക്യാൻ ബി യൂസ്. ഐ ഡിഡ് മീറ്റ് ഹിം ഇന്നലെ, യെസ്റ്റർഡേ, ഇന്നലെ ഞാൻ അയാളെ കണ്ടുമുട്ടിയിരുന്നു. ഐ ഡിഡ് മീറ്റ് ഹിം യെസ്റ്റർഡേ. സോ സീ ദാറ്റ് ഈ ഡിഡ് എന്ത് ചെയ്യും? ഡിഡ് നേരത്തെ ഡസ് ഒക്കെ
ഓക്സിലറി വെർബ് ഡസ് ആയിരുന്നപ്പോൾ അത് നമ്മുടെ വെർബിൻ്റെ കൂടെ അലിഞ്ഞു ചേർന്നതുപോലെ ഈ ഡിഡ് മീറ്റിൻ്റെ കൂടെ അലിഞ്ഞു ചേരുമ്പോൾ ഐ met him yesterday. I met him yesterday എന്നായി മാറുന്നു. അപ്പോൾ മീറ്റ് എന്നുള്ളത് ഡിഡ് ചേരുമ്പോൾ തന്നെ അത് മെറ്റ് ആയി മാറുന്നു. മെറ്റ് മീൻസ് ഡിഡ് ചേർന്ന മീറ്റാണ്. ഓക്കെ, അപ്പോൾ ഓരോ വേർബും ഇങ്ങനെ ഡിഡ് ചേരുമ്പോൾ അത് പാസ്റ്റ് ടെൻസിലേക്ക് മാറുന്നു. See that. അപ്പം അതിനാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കുന്നത്. ഐ ഡിഡ് മീറ്റ് ഹിം യെസ്റ്റർഡേ എന്നുള്ളത് നമ്മൾ ഐ മെറ്റ് ഹിം യെസ്റ്റർഡേ എന്നായി മാറുന്നു. ഓക്കെ, മറ്റൊരെണ്ണം കൂടി. ഐ ഡിഡ് സീ എ സ്നേക്ക് ലാസ്റ്റ് മൺഡേ. ലാസ്റ്റ് മൺഡേ എന്നുള്ളത് കഴിഞ്ഞു പോയ കാലത്തുള്ള ഒരു പ്രവൃത്തിയാണ്, കഴിഞ്ഞു പോയ സമയം. ഐ ഡിഡ് സീ എ സ്നേക്ക് ലാസ്റ്റ് മൺഡേ. അത് മാറ്റുമ്പോൾ ഐ ഡിഡ് സീ എന്നുള്ളത് സോ എന്നായി മാറുന്നു, പാസ്റ്റ് ടെൻസ് ആയി മാറും. ഐ സോ എ സ്നേക്ക് ലാസ്റ്റ് മൺഡേ എന്നായി നമ്മൾ കിട്ടും. ലാസ്റ്റ് I did see a snake last Monday. I saw a snake last Monday എന്നായി മാറുന്നു. ഐ ആണെങ്കിലും ഹി ആണെങ്കിലും ഷീ ആണെങ്കിലും ഏത് സബ്ജക്റ്റ് ആണെങ്കിലും ഏത് കർത്താവായി വരുവാണെങ്കിലും ഡിഡ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് വേർബിൻ്റെ കൂടെ ചേർന്നിട്ട് അതിൻ്റെ പാസ്റ്റ് ടെൻസായി മാറുന്നു. ഓക്കെ, I did eat two bananas yesterday. So I did eat എന്നുള്ളത് I ate എന്നായി മാറുന്നു. I ate 2 bananas. yesterday എന്നായി മാറും. സോ വി കം ടു ദ പോയിന്റ്. അപ്പോൾ ഡിഡ് വെർബിൻ്റെ കൂടെ ചേർന്നിട്ട് എങ്ങനെയാണ് അത് പാസ്റ്റ് ടെൻസ് ആയി മാറുന്നത് എന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഇനി മറ്റൊരു ഉദാഹരണം നമ്മൾ ഹൗ ടു ചേഞ്ച് ദി സെൻറ്റൻസ് ഇൻടു നെഗറ്റീവ് എന്നാണ്. ഉദാഹരണം, ഐ സോ എ ബ്യൂട്ടിഫുൾ ഫ്ലവർ yesterday. ബ്യൂട്ടിഫുൾ ഫ്ലവർ yesterday. I saw a beautiful flower yesterday എന്ന് പറഞ്ഞാൽ I did see a beautiful flower yesterday എന്നാണ്. അപ്പോൾ നമ്മൾ I saw എന്നുള്ളത് നെഗറ്റീവ് ആക്കി മാറ്റുമ്പോൾ ഡിഡ് പുറത്തേക്ക് വരുന്നു. I did not see a beautiful flower yesterday. I did not see a beautiful flower yesterday. അപ്പോൾ ഡിഡ് സീ എന്നുള്ളത് സോ ആയി മാറിയതുപോലെ ഡിഡ് പുറത്തേക്ക് വരുമ്പോൾ ഡിഡ് സീ എ ബ്യൂട്ടിഫുൾ ഫ്ലവർ എന്ന് തന്നെ അവർ. ഹൗ ടു ചേഞ്ച് ദി സെൻറ്റൻസ് ഇൻ നെഗറ്റീവ്? ഡിഡ് നോട്ട്. ഐ ഡിഡ് നോട്ട് സീ എ ബ്യൂട്ടിഫുൾ ഫ്ലവർ yesterday. അത് നെഗറ്റീവായി മാറുന്നു. ഐ ഡിഡ് നോട്ട് സീ എ ബ്യൂട്ടിഫുൾ ഫ്ലവർ. ഞാൻ ഇന്നലെ ഒരു പുഷ്പം കണ്ടിട്ടില്ല. ഓക്കെ, പുഷ്പം കണ്ടില്ല. സീ ദാറ്റ്. അപ്പോൾ ഡിഡ് നോട്ട് ഏത് സ്വാഭാവികം നേരത്തെ പറഞ്ഞ പോലെ ഏത് ടെൻസിൻ്റെ കൂടെ ഏത് ടെൻസ് ആയാലും ഹെൽപ്പിംഗ് വേർബിന് ശേഷം നോട്ട് ചേർത്ത് കഴിഞ്ഞാൽ ആ സെൻറ്റൻസ് നെഗറ്റീവായി മാറുന്നു. ആ ഒരു സെൻറ്റൻസ് നെഗറ്റീവാക്കി മാറ്റാൻ വി ക്യാൻ യൂസ് നോട്ട് ആഫ്റ്റർ ദ ഹെൽപ്പിംഗ് വേർബ്. ഓക്കെ, I gave a present. അതിൻ്റെ അർത്ഥം ഐ ഡിഡ് ഗിവ് എ പ്രസൻറ്റ് എന്നാണ്. അത് നെഗറ്റീവിലേക്ക് മാറ്റുമ്പോൾ ഐ ഡിഡ് നോട്ട് ഗിവ് എ പ്രസൻറ്റ്. ഇതാണ് നെഗറ്റീവ് സെൻറ്റൻസ്. ഇത് നെഗറ്റീവാണ്. ഇല്ല എന്ന് പറയാം, നിഷേധവാക്യങ്ങളാണെന്ന് പറയാം.
അപ്പം ഐ ആയാലും ഹി ആയാലും ഷീ ആയാലും ഇറ്റ് ആയാലും ഒക്കെ നമ്മൾ ഡിഡ് ആണ് ചേർക്കുന്നത്. ഹി ഡിഡ് ലിഫ്റ്റ് ദ ബോക്സ്. ഹി ഡിഡ് ലിഫ്റ്റ് ദ ബോക്സ്. അപ്പം ഹി നെഗറ്റീവ്, ഹി ഡിഡ് നോട്ട് ലിഫ്റ്റ് the box. He did not lift the box. He did not lift the box. So ഇനി ചോദ്യരൂപമാക്കി മാറ്റണം. ഈ സെന്റൻസുകളൊക്കെ ചോദ്യരൂപമാക്കി എങ്ങനെയാണ് മാറ്റുക? സ്വാഭാവികമായി നേരത്തെ പറഞ്ഞതുപോലെ ഓക്സിലറി വെർബ് ആദ്യം കൊണ്ടുവരണം, എന്നാൽ അത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ. ഡിഡ് ഹി ലിഫ്റ്റ് ദ ബോക്സ്? Did he lift the box? ചോദ്യമാണ്. Did he lift the box? ഇനി ഇതിന്റെ അർത്ഥം he did lift the box എന്നാൽ അയാൾ ബോക്സ് ഉയർത്തി എന്നാണ്. He did not lift the box. അയാൾ ബോക്സ് ഉയർത്തിയിട്ടില്ല, പെട്ടി ഉയർത്തിയിട്ടില്ല. Did he lift the box? അയാൾ പെട്ടി ഉയർത്തിയോ? No എന്നോ യെസ് എന്നോ ഉത്തരം കിട്ടും. Didn't he lift the box? Didn't he lift the box? പെട്ടി ഉയർത്തിയില്ലേ? Didn't he lift the box? Okay, ചോദ്യമാണ്. Didn't he lift the box? Okay. So ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. He did lift the box means he lifted that. How can you change this? He lifted the box. അതാണ് അതിന്റെ കറക്റ്റ്. He lifted the box. അത് he did not lift the box. Did he lift the box? Didn't he lift the box? ഇവിടെ നമ്മൾ did ഇതിന്റെ കൂടെ. So he lifted the box. Okay. സിമ്പിൾ പാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഭൂതകാലത്തിൽ ഒരു പ്രത്യേക സമയത്ത് നടന്ന പ്രവൃത്തിയാണ്. We got independence in 1947. We got independence in 1947. Okay. We got എന്ന് പറഞ്ഞാൽ we did get എന്നാണ്. We did get. Did we get independence in 1947? ചോദ്യമാണ്. Did we get independence in 1947? Yes എന്നോ no എന്നോ ഉത്തരം കിട്ടാം. Okay. That's all. But she ഉദാഹരണം മറ്റൊന്ന്. She went to market. She went to market yesterday. She went to market yesterday. ഇതിന്റെ അർത്ഥം she did go to market yesterday എന്നാണ്. She did go to market yesterday എന്നുള്ളത് she went to market yesterday എന്നുള്ളത്. The negative ആക്കാൻ she did not go to market yesterday. He did not go to market yesterday. ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ, did she go to market yesterday? Did she go to market yesterday? Yes. ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ ആണ്. Didn't she go to market yesterday? യെസ്. ഇന്നലെ അവൾ മാർക്കറ്റിലേക്ക് പോയിട്ടില്ലേ? ഷീ വെന്റ് ടു മാർക്കറ്റ് യെസ്റ്റർഡേ എന്നുള്ളത് ഷീ ഡിഡ് ഗോ ടു മാർക്കറ്റ് യെസ്റ്റർഡേ എന്നാണ് പറയുന്നത്. അത് ഷീ ഡിഡ് നോട്ട് ഗോ ടു മാർക്കറ്റ് യെസ്റ്റർഡേ. ഡിഡ് ഷീ ഗോ ടു മാർക്കറ്റ് യെസ്റ്റർഡേ? ഡിഡിൻ ഷീ ഗോ ടു മാർക്കറ്റ് യെസ്റ്റർഡേ? ഇത്തരം കാര്യങ്ങൾ പഠിക്കാൻ. അപ്പം you purchased a car last month. You purchased a car last month. So purchased എന്ന് പറയുമ്പോൾ did purchase ആണ്. Did purchase.
You did purchase a car last month. അത് you purchased a car last month എന്നാണ് പറയുന്നത്. So how can you change the sentence into negative? You did not purchase a car last month. You did not purchase a car last month. So how can you change it into question? Did you purchase a car last month? ചോദ്യമാണ്. Did you purchase a car last month? So ഇവിടെ ഡിഡ് ചേരുമ്പോഴാണ് നമ്മൾ പർച്ചേസിന് എന്ന് പറയുമ്പോൾ. So didn't you purchase a car last month? Didn't you purchase a car last month? Didn't you purchase a car last month? ഇത്തരം ചോദ്യങ്ങൾ നമ്മൾ അതുപോലെ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ്. You purchased a car last month. You did not purchase a car last month. Did not എന്നുള്ളത് didn't എന്ന് നമുക്ക് ചുരുക്കി എഴുതാം. Did not എന്നുള്ളത് didn't എന്ന് ചുരുക്കി എഴുതാം. So you purchased a car last month. You didn't purchase a car last month. Did you purchase a car last month? Didn't you purchase a car last month? ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എഴുതിയെടുക്കാം. അപ്പോൾ instead of you can use any subject, whether it is we went to Ooty last month. We went to Ooty last month. Okay, we went last month എന്നുള്ളത് ഇതിലെ ഒരു ടൈം വേർഡ് ആണ്. മീൻസ് കഴിഞ്ഞു പോയ ഒരു കാലമാണ് ഇത്. ഹൗ കൻ യു ചേഞ്ച് ദി സെന്റൻസ് ഇൻടു നെഗറ്റീവ്? We did not go to Ooty last month. We did not go to Ooty last month. Did we go to Ooty last month? Did we go to Ooty last month? ചോദ്യമാണ്. Yes. Negative question. Didn't we go to Ooty last month? Didn't we go to Ooty last month? അപ്പം we went to Ooty last month. We did not go to Ooty last month. Did we go to Ooty last month? Question. Didn't we go to? Negative question ആണ്. Didn't we go to Ooty last month? അപ്പം ഇത് വി ആയാലും ഷീ ആയാലും ഇറ്റ് ആയാലും എന്തായാലും നമ്മൾ we will use only did as the auxiliary verb. ഡിഡ് ഓക്സിലറി വേർബ് വരുമ്പോൾ തന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, സിമ്പിൾ പാസ്റ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് രണ്ടാമത്തെ ഫോമാണ്, വേർബിന്റെ രണ്ടാമത്തെ ഫോമാണ്. അതായത് പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ക്യാൻ ബി യൂസ്ഡ്. ദ പാസ്റ്റ് ഫോം ഓഫ് ദ വേർബ് ക്യാൻ ബി യൂസ്. സോ it can be used. Past form of the verb can be used. So അത് past form വരുന്നത് did ചേരുമ്പോഴാണ്. ഉദാഹരണമായിട്ട് she slept well last night. She slept well last night. She did sleep well last night. ഇതാണ്. So how can you change this sentence into negative? She didn't sleep well last night. She didn't sleep well last night. Did she sleep well last night? ചോദ്യമാണ്. Did she sleep well last night? Instead of she, we can use he, she, we, it came yesterday. അത് ഇന്നലെ വന്നു എന്നാണ്. It came yesterday. അതിന്റെ അർത്ഥം
ഇറ്റ് ഡിഡ് കം യെസ്റ്റർഡേ എന്നാണ്. ഓക്കെ, നേരത്തെ പറഞ്ഞതിന്റെ വ്യത്യാസം സബ്ജക്റ്റിൽ മാത്രമേ വരുന്നുള്ളൂ. സബ്ജക്റ്റിൽ മാത്രമേ വരുന്നുള്ളൂ. ഇറ്റ് ഡിഡ് നോട്ട് കം യെസ്റ്റർഡേ. കം യെസ്റ്റർഡേ. Did it come yesterday? Come, C-O-M-E. Yesterday? Did it come yesterday? Yes. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നു. ഇനി നെഗറ്റീവ് ക്വസ്റ്റ്യൻ, ഡിഡ്ന്റ് ഇറ്റ് കം യെസ്റ്റർഡേ? കം യെസ്റ്റർഡേ. സോ he, she, it പ്ലസ് സിംഗുലർ ആണെങ്കിലും രാജു came yesterday. രാജു did not come yesterday. Did Raju come yesterday? Didn't Raju come yesterday? ഇത്തരം കാര്യങ്ങൾ രാജു ആയാലും ബാബു ആയാലും പ്ലൂറൽ ആയാലും ഒക്കെ നമ്മൾ ഈ ടെൻസിൽ, ഈ സെന്റൻസിൽ, ഏതൊരു സെന്റൻസിലായാലും ഡിഡ് ആണ് ഉപയോഗിച്ചത്. ഡിഡ് ആണ് ഓക്സിലറി. ഹെൽപ്പിംഗ് വേർബ് ഈസ് ഡിഡ്.